ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ മൈദയുടെ പൊറോട്ട ഉണ്ടാക്കുന്ന അത്രയും പാടൊന്നുമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ. മൈദയുടെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നല്ലതായിട്ട് പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമുക്കത് വീശി അടിക്കാനൊക്കെ പാടായിരിക്കും. ഇതങ്ങനത്തെ പാടൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ആർക്ക് വേണേലും വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പൊറോട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇത് പുളി ഒട്ടും ഇല്ലാത്ത തൈരാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ പൊടിയുമായിട്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ തൈര് ഗോതമ്പ് പൊടിയുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് പൊടി കുഴച്ച് കഴിയുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളതിലേക്ക് തൈര് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിക്ക് ഒരുവിധം മധുരമുള്ളതുകൊണ്ട് നമ്മളിതിലേക്ക് പഞ്ചസാര വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ് എഴുതിയിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് അത് കാണിക്കാത്തത്. നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള എണ്ണയും അതുപോലെ പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വീതം നമുക്ക് ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഒരുമിച്ച് നമ്മൾ വെള്ളം മുഴുവൻ ഒഴിക്കരുത്, കുറച്ച് വെള്ളം വെച്ച് വേണം ഒഴിക്കാൻ. അതുപോലെ ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ്. ഇനി ഇത് നന്നായി കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ മാവ് ഒരുവിധം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5-6 മിനിറ്റ് നല്ലതായിട്ട് നമുക്കൊന്ന് നീഡ് ചെയ്തെടുക്കണം. നമ്മുടെ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടി സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇത് നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മാവ് കുഴയ്ക്കാൻ നേരം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മുട്ട ചേർക്കാതെയാണ് ഇവിടെ ഈ ഡൗ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിൽ അടച്ച് ഒരു 5 മിനിറ്റ് വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒരിക്കൽ കൂടി നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനത് ഒരിക്കൽ കൂടി നന്നായി പ്രസ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 5 മിനിറ്റ് ഇടവിട്ട് 1-2 തവണ വേണമെന്നുള്ളവർക്ക് ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ മാവ് നന്നായി സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1 തൊട്ട് 2 മണിക്കൂർ നമ്മളിത് അടച്ച് എവിടെയെങ്കിലും വയ്ക്കണം, നമ്മുടെ മാവ് നന്നായി സോഫ്റ്റായി വരുന്നതിന് വേണ്ടി. ഇപ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം എണ്ണ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒരു 1-2 മിനിറ്റ് കൂടി ഒന്ന് നീഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന ബോളിനെക്കാട്ടിലും കുറച്ചുകൂടി മാവ് വേണം ഇതിന്. ഇനി ഇത് നമുക്ക് നന്നായി പരത്തിയെടുക്കാം. നമ്മുടെ വർക്കിംഗ് ടേബിളിലേക്ക് അല്പം പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ മാവ് ഇതിൽ വെച്ച് നന്നായി പരത്തിയെടുക്കണം. ഇത് നമ്മളുടെ ചപ്പാത്തിയുടെ പോലെ റൗണ്ട് ഷേപ്പിലല്ല, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ മാവ് നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മളെക്കൊണ്ട് പറ്റുന്ന അത്രയും കട്ടി കുറവായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യോ അതുപോലെ എണ്ണയെങ്കിൽ എണ്ണ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. നെയ്യോ ബട്ടറോ എണ്ണയോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഇതുപോലെ നമുക്കിത് മുഴുവനൊന്ന് വരഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാനിത് മുഴുവൻ ഒരു പിച്ചാത്തി കൊണ്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നമ്മൾ സാരിയുടെ പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ ഇതുപോലെ നമ്മൾ ഓരോന്നോരോന്നായി ഇങ്ങനെ ഞൊറിഞ്ഞൊന്ന് എടുക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ മാവ് മുഴുവൻ ലെയറായിട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അവസാനമുള്ള ഈ ഭാഗം നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് ഇതുപോലെ തിരികെ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇതുപോലെ തന്നെ ഇനി നമ്മളുടെ ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ അല്പം എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്.
ഇപ്പോൾ ഞാൻ നമ്മുടെ പൊറോട്ട നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം അതിൽ കുറേയേറെ ലെയേഴ്സൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നന്നായി ചൂടായ ഒരു തവയിലേക്ക് ഇട്ട് ഇത് ചുട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ പൊറോട്ട ഒരു തവയിലേക്ക് നന്നായി ചൂടായ ഒരു തവയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് തേച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി നമുക്കൊന്ന് ചുട്ടെടുക്കണം. 1-2 തവണ നമ്മളിത് 2 സൈഡിലേക്കും മറിച്ച് തിരിച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇത് നമ്മൾ ഒരു 3-4 തവണ 2 സൈഡും വീതം ആക്കിയെടുക്കണം. ആവശ്യത്തിന് എണ്ണ ഇതിലേക്ക് നമ്മൾ തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ലെയറൊക്കെ നന്നായി സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ നന്നായി മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമ്മുടെ പൊറോട്ട ഇപ്പോൾ ആവശ്യത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മളാക്കി വെച്ചിട്ടുള്ള ബാക്കി പൊറോട്ടകൾ കൂടി ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി വീറ്റ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.